good evening everyone. Welcome to another OET Speaking Speculation Live. This is me, Richard Caroline, joining from Neethu's Academy. So yes, I hope all of you are staying safe and healthy and your preparation is going really pretty well as well. So yes, welcome back to another OET Speaking Speculation Live. So ഇന്നും നമ്മൾ ഒരു കാർഡ് ഡിസ്കഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. So usually നമ്മൾ വെനസ്ഡേയ്സിൽ മോക്കാണ് ചെയ്യുന്നത്, but today my partner isn't there, so we will be discussing another exam model card for today. അപ്പോൾ ഒരു കാർഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത്? ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഈ കാർഡ് വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ് എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടാസ്കുകൾ എത്ര എളുപ്പത്തിൽ ചെയ്യാം, ഓക്കെ, കുറച്ചുകൂടെ ഈസി ആയിട്ട് അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് ഒക്കെ ആ തന്നിരിക്കുന്ന ടാസ്കിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ചില വാക്കുകൾ മാറ്റി തിരിച്ച് കുറച്ചധികം കുറച്ച് കുഞ്ഞു കുഞ്ഞു അഡീഷൻസ് ഒക്കെ വരുത്തി എങ്ങനെ അതൊരു റിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്കി മാറ്റാം എന്നുള്ള രീതിയിലുള്ള പ്രിപ്പറേഷനും പ്രാക്ടീസും കൂടി ആയിരിക്കും നമ്മുടെ ലൈവ് സെഗ്മെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നിങ്ങൾ എല്ലാവരും ലൈവ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളൊരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്ത് കോമൺ ബോക്സിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് ഐ ക്യാൻ സീ ഓക്കെ അത് കറക്റ്റ് ആണെങ്കിൽ വിൽ നോ ദാറ്റ് ഓക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐ എം മോർ ദൻ ഹാപ്പി ടു കറക്റ്റ് ഇറ്റ് ഓവർ ഹിയർ സോ ദാറ്റ് യു വിൽ നോ ഓക്കെ ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, അത് കാണുന്ന മറ്റു സ്റ്റുഡൻസിനും ഓക്കെ ഇതിങ്ങനെ പറയാമല്ലേ എന്നുള്ള രീതിയിൽ അതൊരു ഇൻഫർമേഷനാണ്. സോ ലെറ്റ്സ് ഷെയർ അവർ നോളേജ് ആൻഡ് ലേൺ ടുഗെദർ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോസ്പിറ്റൽ വാർഡ് സിറ്റുവേഷൻ ആണ് ആൻഡ് ദ പേഷ്യൻ്റ് ഇസ് എ 45-year-old പേഷ്യൻറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവർ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ പ്രിറ്റി മച്ച് ഈസി കൈൻഡ് ഓഫ് എ കാർഡ്, ബട്ട് സ്റ്റിൽ എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്, എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ 3 minutes നിങ്ങൾ നോക്കുക. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഐ വിൽ ഡിസ്പ്ലേ ദ കാർഡ് റൈറ്റ് നൗ.
All right, welcome back everyone. So I hope you got enough time to go through the card and prepare yourself about what are the points that you need to do this card properly. Okay, so now let's have a look into this context. So setting vaikuanengil hospital ward aanu. So this is the only context where I always encourage my students to conclude it as a non-case. ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റുകൾ വരുമ്പോൾ നോൺ കേസ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ചിന്തയുടെ ആവശ്യം വരുന്നില്ല. കാരണം വാർഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ദ പേഷ്യൻറ്റ് ഈസ് ഗോയിങ് ടു ബി പ്രസൻറ്റ് ദെയർ ദ ഹോസ്പിറ്റൽ ആൻഡ് ഡെഫിനറ്റ്ലി ദ ഡേറ്റ ഓഫ് ദ പേഷ്യൻറ്റ് ഈസ് അവൈലബിൾ അറ്റ് ദ ഹോസ്പിറ്റൽ. സോ ദിസ് ഈസ് ഫോർ ഷ്യൂർ നോൺ കേസ്. ഈ നോൺ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. സോ ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ ദാറ്റ്. ഇനിയിപ്പം ഇന്നലത്തെ ലൈവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐം ജസ്റ്റ് റിമൈൻഡിങ് ഇറ്റ് വൺ മോർ ടൈം സോ ദാറ്റ് നിങ്ങൾക്കത് എത്ര കേട്ടാലും അത് മറന്നു പോവാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഒരു പാട്ടിൽ എത്ര പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ എത്രയൊക്കെ മനസ്സിലാക്കിയാലും പിന്നെയും കൺഫ്യൂഷൻസും പല കാർഡുകൾ വരുമ്പോഴേക്കും ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസിന്. സോ അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്കിത് പിന്നെയും പറയുന്നത് നല്ലതല്ല. പിന്നെ എത്രത്തോളം പറയുന്നു അത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ അത് ഫിക്സ് ആയിട്ടുണ്ടാവും. സോ യെസ്, നോൺ കേസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കാറ്റഗറി ഓഫ് നോൺ കേസ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് നോൺ കേസ് എന്നുള്ളതാണ്. നമുക്കതിനെ ഫസ്റ്റ് കാറ്റഗറി എന്നും സെക്കൻഡ് കാറ്റഗറി എന്നും ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത്. പേഷ്യൻറ്റ് നോൺ ആണ്, അത് മറന്നു പോകരുത്. അതായത് പേഷ്യൻറ്റിൻ്റെ ഡേറ്റ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ കേസസ് ആണ് എന്ത് കേസാവുന്നത്? നോൺ കേസസ് ആവുന്നത്. അപ്പോൾ ആ നോൺ കേസ് അത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ പേരൊക്കെ അറിയാം, അയാൾക്ക് ഇന്ന അസുഖമാണെന്നൊക്കെ അറിയാം, മേ ബി അയാൾക്ക് ഇന്നൊരു സർജറി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവെയർ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ പേഴ്സണലി ആ പേഷ്യൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ല. ഈ പെർട്ടിക്കുലർ റോൾ പ്ലേയിലൂടെ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റായിട്ട് ആ പേഷ്യൻറ്റിനോട് സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് കാറ്റഗറി വരും? അത് ഫസ്റ്റ് കാറ്റഗറി വരും. നിങ്ങൾ ഒന്നിലധികം തവണ ആ പേഷ്യൻറ്റിനോട് സംസാരിച്ചിട്ടുണ്ട്, അതായത് നിങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അവർ നോക്കുന്നതെങ്കിലോ നിങ്ങൾ റുട്ടീൻ വിസിറ്റ് ആണെങ്കിലോ അതല്ല നിങ്ങൾ ജസ്റ്റ് എക്സാമിൻഡ് ആണെങ്കിലൊക്കെ അതൊരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേഷൻ അല്ല, മോർ ദാൻ ദാറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നിലധികം തവണ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് ഏത് കാറ്റഗറി വരും? സെക്കൻഡ് കാറ്റഗറി വരും. ഓക്കെ, ഈ ഫസ്റ്റ് കാറ്റഗറി വരുമ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയേണ്ട ആവശ്യം വരും. കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുക അല്ലേ. സോ ഗ്രീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സ്ഥലത്തും നമ്മൾ ഗ്രീറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ പറയേണ്ടത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങൾ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയേണ്ടത്. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങളിപ്പോൾ സെക്കൻഡ് ടൈം കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീറ്റ് ചെയ്തതിന് ശേഷം സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. ഓക്കെ, ഇനി റുട്ടീൻ കേസ് ആണെങ്കിൽ റുട്ടീനായിട്ട് നിങ്ങൾ ആ പേഷ്യൻറ്റിനെ കാണുന്നുണ്ട് എന്നാണ് കാർഡിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വേണ്ട. ബിക്കോസ് റുട്ടീൻ ആണല്ലേ. റുട്ടീൻ ആകുമ്പോൾ നിങ്ങൾ അവിടെ പറയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. പക്ഷേ റുട്ടീനല്ല, നിങ്ങൾ 2-3 ദിവസമായിട്ട് പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് റിവ്യൂവിന് വന്നു, നിങ്ങളായിരുന്നു അന്ന് നോക്കിയിരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓർമ്മ പുതുക്കുന്നത് പോലെ വേണമെങ്കിൽ പറയാം. ഐ ഹോപ്പ് യു റിമെമ്പർ മീ, മൈ നെയിം ഇസ് ദിസ് ആൻഡ് ഐ ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ഫോർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ബട്ട് ഐ വുഡ് പേഴ്സണലി സേ രണ്ടാമത്തെ കോൺവെർസേഷൻ ആണെങ്കിൽ ഈ ഒരു കാര്യം, ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ടൈം കോൺവെർസേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പേഷ്യൻറ്റ് വെരിഫിക്കേഷൻ. കാരണം നിങ്ങൾ തന്നെ ഇയാളോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പേഷ്യൻറ്റ് നിങ്ങൾ തന്നെയല്ലേ എന്ന് പോയി സംസാരിക്കുന്നതിനോട് വലിയ യുക്തിയൊന്നുമില്ല അല്ലേ. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബ്സേർഡ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ ക്യാൻസൽ ചെയ്യാം? സെക്കൻഡ് കാറ്റഗറിയിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആയിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ, സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു ഗൈസ്. നോക്കിക്കോളും. ഫസ്റ്റ് കാറ്റഗറിയുടെ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. ഫസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് കാറ്റഗറി, അതായത് ഫസ്റ്റ് ടൈം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഗ്രീറ്റ്, നിങ്ങളുടെ സെൽഫ് ഇൻട്രോ, പേഷ്യൻ്റ് വെരിഫിക്കേഷൻ. Okay, then you will after verifying the patient you will state the reason for visit. Okay, and then you will proceed to task.
This is how you will be doing it. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. ഇനി ഇത് സെക്കൻഡ് കാറ്റഗറി ആണ്. അതിനർത്ഥം നിങ്ങൾ ഒന്നിലധികം തവണ ഇയാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതിന് പല രീതികളുണ്ട്, പക്ഷേ ഐ വിൽ ടീച്ച് യു ദ ഈസിയസ്റ്റ് വൺ. ഓക്കെ, ഗ്രീറ്റ് ചെയ്യാം. ഗ്രീറ്റ് ചെയ്തതിന് ശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം വരുന്നില്ല, പേഷ്യൻ്റ് വെരിഫിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ പേഷ്യൻ്റെ പേര് കോൾ ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കാം, ഹൗ ആർ യു. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്യാം. അതിനുശേഷം അവരൊരു കാരണം പറയും. ഓക്കെ, കാരണമല്ല, ഹൗ ആർ യു എന്നുള്ളൊരു മറുപടി പറയുമ്പോൾ ആ മറുപടീനെ ഒന്ന് അക്നോളജ് ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്കൊരു അഷുറൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്, വിച്ച് ഈസ് കോൾഡ് ഇനീഷ്യൽ അഷുറൻസ്. കേട്ടോ, അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇനീഷ്യൽ അഷുറൻസ്. ഈ ഇനീഷ്യൽ അഷുറൻസിന് ശേഷമായിരിക്കും നിങ്ങൾ റീസൺ ഫോർ വിസിറ്റും പിന്നീടുള്ള ടാസ്കുകളും ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് കാറ്റഗറി ആണെങ്കിലുള്ള ഒരു രീതി. ഓക്കെ, വൺ ഓഫ് ദി വേസ്. പല രീതികളിൽ ചെയ്യാം. ഈ ഒരു രീതിയായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പേര് അവിടെ പറയേണ്ടേ, അവർ നമ്മൾ ഓർത്തിരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിമൈൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേര് പറയാം. ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി ഓക്കെ. അത് ആ രീതിയിൽ പോവുകയാണെങ്കിൽ, hello, good evening Mr. David, I hope you remember me. My name is Richa. I am the registered nurse on duty today and I had been taking care of you for the past couple of days. So tell me Mr. David, how are you doing right now? This is how we can do it. ഇതും ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെയും പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ റിമൈൻഡ് ചെയ്ത് ചെയ്യുന്നതും കംപ്ലീറ്റ്ലി ഫൈൻ. സോ ഐ ഹോപ്പ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത പോയിന്റ് നോക്കാം, വിച്ച് ഈസ് യുവർ ഫസ്റ്റ് ടാസ്ക്. Confirm the reason for visit, brief pre-surgery procedure, find out how the patient is feeling. രണ്ട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇന്ന കാരണത്തിനാണ് നിങ്ങൾ അവിടെ ചെന്നിരിക്കുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ യു ആർ ഗോയിങ് ടു ടെൽ ദ പേഷ്യൻറ്റ് ദിസ് ഇസ് വൈ ഐ ആം ഹിയർ. അപ്പോൾ അതെങ്ങനെ നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറയാം, ഐ ആം ഹിയർ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ വരാൻ തന്നെ കാരണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാനാണെങ്കിൽ ജസ്റ്റ് പറയും ഐ എം ഹിയർ, അല്ലെങ്കിൽ ദ റീസൺ വൈ ഐ എം ഹിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിന് മുന്നേ വേണമെങ്കിൽ ദ റീസൺ വൈ ഐ എം ഹിയർ പറയാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് സോ മിസ്റ്റർ ഡേവിഡ് ഐ എം ഹിയർ എന്ന് പറയാം. ആ ഹിയർ പറയുമ്പോൾ അവിടെ ഒരു പോസ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഈ വോയിസ് മോഡുലേഷനൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമുക്ക് എപ്പോഴും നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് കേൾക്കാനായിട്ട് കുറച്ചുകൂടെ ഒരു ഭംഗി, അല്ലെങ്കിൽ അതിനൊരു കോൺവെർസേഷണൽ ടച്ച് വരുന്നത് നിങ്ങളുടെ ഇൻറ്റൊനേഷൻ, പോസസ്, റെഗുലറായിട്ട് കറക്റ്റ് പോസസ് കൊടുത്ത് കറക്റ്റ് സ്ട്രെസ്സ് കൊടുത്ത് സംസാരിക്കുമ്പോഴാണ്. അത് അൺനെസസറി ആയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് കേൾക്കാനായിട്ട് വലിയ സുഖമില്ലാതെ വരുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ടത് ഓക്കെ ഇവിടെ പോസ് ചെയ്യാം, ഈ വാക്കിനാണ് സ്ട്രെസ്സ് കൊടുക്കേണ്ടത്, ഈ വാക്കാണ് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട വാക്ക്, ഇങ്ങനത്തെയൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രസൻറ്റേഷൻ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പറയുമ്പോൾ ഐ ആം കുറച്ചൊന്ന് ലോ പിച്ചിലും ഹിയർ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പറയാം. കാരണം ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ഇവിടെ എന്നുള്ളതിനാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുക അല്ലേ. സോ ഐ എം ഹിയർ, അപ്പം ഞാൻ അവിടെ ഐ എം ഹിയർ എന്നല്ല പറയാം അല്ലേ. സോ ഐ എം ഹിയർ, അപ്പോൾ അവിടെ ആ ഒരു സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, ഐ എം ഹിയർ. എന്നിട്ട് എന്താ പറയുന്നത്, ബ്രീഫ് പ്രീ സർജറി പ്രൊസീജിയർ. ഈ ബ്രീഫ് എന്ന് പറയുന്ന വേർഡ് ഒരു വേർബ് ആയതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, വേർബിൻ്റെ മുന്നിൽ എന്ത് ആഡ് ചെയ്താൽ മതി, ഐ എം ഹിയർ ടു ബ്രീഫ്. അപ്പോൾ ബ്രീഫ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടു എക്സ്പ്ലെയിൻ എന്നാക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ പറയാം, ഡിസ്കസ് പറയാം, പല രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്യും. ഇനിയിപ്പോൾ ബ്രീഫ് തന്നെ പറഞ്ഞോ, നോ പ്രോബ്ലം. സോ അവിടെ നമുക്ക് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ ടു എന്ന് പറയുന്നൊരു യൂസേജ് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. സോ ഐ എം ഹിയർ ടു എക്സ്പ്ലെയിൻ പ്രീ സർജറി പ്രൊസീജിയർ. അപ്പോൾ അത് അതുപോലെ തന്നെ പറഞ്ഞോളൂ, അതാണല്ലോ നമ്മുടെ ടോപ്പിക് അല്ലേ. അപ്പോൾ അത് അതേപോലെ തന്നെ പ്രീ സർജറി പ്രൊസീജിയർ. എന്നിട്ട് നമുക്ക് എന്തുകൂടെ വേണം, നിങ്ങളുമായിട്ട് എന്നുള്ളൊരു രീതി വേണം അല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ട് എന്നെങ്ങനെ പറയാം, വിത്ത് യു. അപ്പോൾ ആ ഒരു സെൻറ്റൻസായി. സോ ഐ എം ഹിയർ ടു എക്സ്പ്ലെയിൻ പ്രീ സർജറി പ്രൊസീജിയർ വിത്ത് യു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രീ സർജറി പ്രൊസീജിയർ കഴിഞ്ഞ് നമുക്കൊരു പോസ് കൊടുക്കാം, വിത്ത് യു സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന പോർഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫേം ദ റീസൺ എന്നുള്ളതിന് നമുക്ക് എന്തായിട്ട് മാറ്റി, നമ്മൾ കൺഫേം ദ റീസൺ ഫോർ വിസിറ്റിനെയാണ് ഐ എം ഹിയർ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിയിരിക്കുന്നത്. ബ്രീഫ് എന്ന് പറയുന്നൊരു വേർബ് ആയതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു,
ടു ആഡ് ചെയ്തു. അപ്പോൾ ടു ബ്രീഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ബ്രീഫിന് പകരം എക്സ്പ്ലെയിൻ പറയാം, ഡിസ്കസ് പറയാം, അല്ലെങ്കിൽ പ്രൊവൈഡ് യു ഡീറ്റെയിൽസ് പറയാം, അല്ലെങ്കിൽ ഗീവ് യു ഇൻഫർമേഷൻ പറയാം. പല രീതിയിൽ അതിനെ മാറ്റി പറയാം കേട്ടോ. എനിക്ക് എത്രയൊന്നും ചിന്തിക്കേണ്ട, സിംപ്ലിഫൈ ചെയ്ത് പോയാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ആ വാക്ക് എന്താണോ അവിടെ തന്നിരിക്കുന്നത് അത് തന്നെ പറഞ്ഞോളൂ, ബ്രീഫ് തന്നെ പറഞ്ഞോളൂ, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡു ദ ഫസ്റ്റ് പോയിന്റ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ദെയർ. ഇനി അടുത്ത് നമുക്ക് എന്താ ഉള്ളത്? ഫൈൻഡ് ഔട്ട് ഹൗ ദ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ ചെന്നിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്നാണ് ചോദിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് പോകുന്നതിന് മുന്നേ വാട്ട് യു നീഡ് ടു ഡു ഇസ് ഇവിടെ നിങ്ങോട്ടുള്ള ട്രാൻസിഷൻ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം ബ്രീഫ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഐ വോണ്ട് ടു നോ ഹൗ യു ആർ ഫീലിംഗ് എന്നായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബിഫോർ വി സ്റ്റാർട്ട് ടെൽ മീ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു ഫീലിംഗ്. ഇതൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന രീതി കേട്ടോ. ഇനി കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. ഇതാണ് യൂഷ്വലി എല്ലാവരും ഉപയോഗിക്കുന്നത്. ബിഫോർ പ്രൊസീഡിങ് എനി ഫർദർ I would like to know. ഇവിടെ വരെ നിങ്ങൾ പറയേണ്ട പോയിന്റുകളാണ്, കൈന്നിട്ട് പറയണം. ഇനി ഇതിപ്പോൾ ഇത്രയും ഈ ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നതിൻ്റെയാണ് ഐ വുഡ് ലൈക്ക് ടു നോ വന്നിരിക്കുന്നത്. ബിഫോർ പ്രൊസീഡിങ് എനി ഫർദർ ആണ് ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കൊണ്ടുവരുന്ന കണക്റ്റോ. ഹൗ നമുക്കതുപോലെ തന്നെ എടുക്കാം. ഹൗ ദ പേഷ്യൻ്റ് എന്നുള്ള ആ ഒരു യൂസേജിനെ നമ്മൾ എന്തായി മാറ്റും? യു ആയി മാറ്റും. യു വരുമ്പോൾ ഈസ് വരുമോ? ഇല്ല, അതെന്തായി മാറും? ആറായി മാറും. ഹൗ യു ആർ ഫീലിംഗ്. ഓക്കെ, ഇനി ഫീലിംഗ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൗ യു ആർ ഡൂയിങ് എന്ന് മാറ്റാം. ദിസ് ഈസ് ഓൾസോ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ചെറിയൊരു സെൻറ്റൻസ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറ്റാൻ പറ്റുന്നത്. സോ ബിഫോർ പ്രൊസീഡിങ് എനി ഫർദർ ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ യു ആർ ഫീലിംഗ്. ദിസ് ഇസ് ഫൈൻ. ഇനി ഇത്രയും നിങ്ങൾക്ക് പോവണ്ട, ഇത്രയും ഇതൊക്കെ കുറച്ച് വലുതല്ലേ, എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. സോ ടെൽ മീ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു. സിമ്പിൾ ആസ് ദാറ്റ്. ഇതിലും സിംപ്ലിഫൈഡ് ചെയ്ത് പറയേണ്ട, അത്രയും സിംപ്ലിഫൈ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സിംപ്ലിഫൈഡ് വേർഷൻ ഉണ്ടാവില്ല. ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. സോ ടെൽ മീ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു. ഓക്കെ, ഇനി കുറച്ചുകൂടെ സിമ്പിൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. വെൽ മിസ്റ്റർ ഡേവിഡ് ടെൽ മീ. വെൽ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു. ഇതൊന്നും വേണ്ട. സോ ടെൽ അതൊന്നും ആവശ്യമില്ല. വെൽ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു. സോ മിസ്റ്റർ ഡേവിഡ് ഹൗ ആർ യു. ഇതെല്ലാം പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു യുവർ ഫസ്റ്റ് ടാസ്ക്. റൈറ്റ്, ഇനി അപ്പോൾ ഫസ്റ്റ് ടാസ്കിൻ്റെ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ലൈൻ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ യു സീ എ 45-year-old പേഷ്യൻറ്റ് ഹൂ ഇസ് അഡ്മിറ്റഡ്. അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നോൺ കേസ് ആണ്. നമുക്ക് ഫസ്റ്റ് ആണോ സെക്കൻഡ് കാറ്റഗറി ആണോ എന്ന് അറിയണം. അപ്പോൾ ദ സർജറി ഷെഡ്യൂൾഡ് ഇൻ 4 weeks. ഹി അപ്പിയേഴ്സ് ആൻഷ്യസ് ആൻഡ് റിവീൽസ് ദാറ്റ് ദിസ് ഇസ് ഹിസ് ഫസ്റ്റ് എവർ സർജറി. ഇവിടെ എവിടെയും നമ്മൾ ഈ പേഷ്യനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഡീറ്റെയിൽ ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് കാറ്റഗറി ആയിട്ട് എടുക്കുന്നു? ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് എടുക്കുന്നു. സെക്കൻഡ് കാറ്റഗറി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാക്കുകൾ കാണാൻ പറ്റുമായിരുന്നു. യുവർ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ യു ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ദിസ് പേഷ്യൻറ്റ്, അല്ലെങ്കിൽ ദ പേഷ്യൻറ്റ് വാസ് അണ്ടർ യുവർ കെയർ. ഇനി ഇതൊന്നും പോരാതെ ഒരു സെപ്പറേറ്റ് വിങ് കൂടെ വരും, ജസ്റ്റ് എക്സാമിൻഡ്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സെക്കൻഡ് കാറ്റഗറി ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഇതൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ഏതായിട്ട് എടുക്കുന്നു? ഫസ്റ്റ് കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് കാറ്റഗറി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഗ്രീറ്റ്, ദെൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, പേഷ്യൻ്റ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യണം, റീസൺ ഫോർ വിസിറ്റ് പറയണം, അതായത് ഈ ഒരു പോയിന്റ് പറയണം, ടാസ്കിലേക്ക് കടക്കണം. ഇതാണ് എൻ്റെ ഒരു ഓർഗനൈസേഷൻ കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഇൻട്രോ ലൈൻ. സോ ഐ ഹോപ്പ് യു ഗോട്ട് എ പിക്ചർ അബൌട്ട് ഇറ്റ്. ഫൈൻ, ഇനി നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം. എക്സ്പ്ലോർ ദ സ്പെസിഫിക് റീസൺസ് ഫോർ ഹിസ് ആങ്സൈറ്റി. അപ്പോൾ അടുത്തതിൽ നമുക്ക് ആങ്സൈറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഹൗ ആർ യു എന്നുള്ള ചോദ്യത്തിന് പേഷ്യൻ്റ് ഡെഫിനറ്റ്ലി പറയാൻ പോകുന്നത് ഐ ആം ആങ്ഷ്യസ് എന്നാണ്.
അത് നമുക്ക് എവിടെ നിന്നും കണ്ടുപിടിക്കാം? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിലും പറയുന്നുണ്ട് പേഷ്യൻ്റ് അപ്പിയേഴ്സ് ആങ്ഷ്യസ് ആൻഡ് റിവീൽസ് ദാറ്റ് ദിസ് ഇസ് ഹിസ് ഫസ്റ്റ് എവർ സർജറി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പേഷ്യൻ്റ് ആങ്ഷ്യസ് എന്നുള്ളൊരു മറുപടി ആയിരിക്കും പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 3 മിനിറ്റ്സിൽ നേരത്തെ കൂട്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആങ്ഷ്യസ് ആണെന്ന് പറയുമ്പോൾ എന്തായിരിക്കണം എൻ്റെ മറുപടി എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എക്സ്പ്ലോർ ദ സ്പെസിഫിക് റീസൺസ് ഫോർ ഹിസ് ആങ്സൈറ്റി ആണ്. അപ്പോൾ ഈ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് എന്ന് തന്നെയാണ് മീനിങ് വരുന്നത് കേട്ടോ. എക്സ്പ്ലോറും ഫൈൻഡ് ഔട്ടും സെയിം ആണ്, സെയിം തിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ആങ്ഷ്യസ് എന്നൊക്കെ വരുമ്പോൾ ഇവിടെ ആങ്ഷ്യസ് ആണെന്ന് പറഞ്ഞ മറുപടീനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ അക്നോളജ് ചെയ്തിട്ട് വേണം ഈ പോയിന്റിലേക്ക് പോവാം. ഓക്കെ, അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓക്കെ ക്യാൻ യു ടെൽ മീ വൈ യു ആർ സോ ആങ്ഷ്യസ് എന്ന് ചോദിച്ചു പോകുന്നതിനേക്കാളും ആദ്യം നമ്മൾ ചെയ്യണം വെൽ മിസ്റ്റർ ഡേവിഡ് ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ക്വൈറ്റ് ആങ്ഷ്യസ് അബൌട്ട് ദ പ്രൊസീജിയർ, സോ ക്യാൻ യു ടെൽ മീ ദ സ്പെസിഫിക് റീസൺസ് ഫോർ യുവർ ആങ്സൈറ്റി. ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ഒരു യൂസേജ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്ലോർ എന്ന് പറയുന്ന വാക്കിനെ ഞാൻ എങ്ങനെയാണ് മാറ്റിയത്? എക്സ്പ്ലോറിന് പകരം ഞാൻ പറഞ്ഞു ക്യാൻ വേണ്ട കുഡ് യു, കുറച്ചുകൂടെ പൊളൈറ്റ് ആവുന്നത് നല്ലത് കേട്ടോ. കുഡ് യു പ്ലീസ് ടെൽ മീ, ഇതാണ് ഞാൻ എക്സ്പ്ലെയിനിന് പകരം യൂസ് ചെയ്തത്. പിന്നെ ദ സ്പെസിഫിക് റീസൺസ് ഫോർ ആങ്സൈറ്റി എന്നുള്ളത് അതുപോലെ തന്നെ പറയുക കേട്ടോ. ദ സ്പെസിഫിക് റീസൺസ് ഫോർ, ഈ ഹിസ് എന്ന് പറയുന്ന വാക്ക് എന്തായി മാറും? യുവർ ആയി മാറും. ഫോർ യുവർ ആങ്സൈറ്റി. ഓക്കെ, എന്നിട്ട് ഓരോ പോയിന്റുകളായിട്ട് വേണം ചോദിക്കാം. ഇസ് ഇറ്റ് അബൌട്ട് ദ പെയിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ പ്രൊസീജിയർ? Is it about the pain during and after the procedure? Or is it the fear of procedure? എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതുമല്ലെങ്കിൽ or is it because you're worried about the recovery time? ഈ ഇത്രയും കാര്യങ്ങൾ കുറച്ച് പേസ് കുറച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാം. പക്ഷേ നിങ്ങൾ അത്യാവശ്യം സ്പീഡിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐ വുഡൻ റെക്കമെൻഡ് ആസ്കിങ് എവറിത്തിങ് ടുഗെദർ. ഇൻസ്റ്റെഡ് ഓരോന്നായിട്ട് ചോദിച്ചു പോയാലും മതി കേട്ടോ. അതിപ്പോൾ ഒറ്റയ്ക്ക് ചോദിക്കാനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കണം. കുഡ് യു പ്ലീസ് ടെൽ മീ ദ റീസൺസ് ഫോർ യുവർ ആങ്സൈറ്റി? ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദി പെയിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ സർജറി? ഓർ ആർ യു റിയലി സ്കെയർഡ് ഓഫ് ദ സർജറി? ഓർ ഇസ് ഇറ്റ് ബിക്കോസ് യു വറീഡ് അബൌട്ട് ദ റിക്കവറി? വാട്ട് എക്സാക്ട്ലി ഈസ് ട്രബിളിങ് യു മിസ്റ്റർ ഡേവിഡ്? ഇങ്ങനെ ചോദിക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോർഷൻ ബൈ പോർഷനായിട്ട് സോ ടെൽ മീ ആർ യു വറീഡ് അബൌട്ട് ദ പെയിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ സർജറി? First question. Second question, okay, is it because of the fear? Are you scared of the surgery or do you fear the surgery? എന്നൊക്കെ ചോദിക്കാം. And the last one, or are you really concerned about the recovery time എന്നുള്ള രീതിയിലും ചോദിക്കാം. Okay, these are the different sentences you can try here. Okay, ഇനി ഈ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടുത്ത് വരുന്ന ടാസ്ക് ആണ് റീഅഷ്യൂർ അബൌട്ട് ദ സർജിക്കൽ പ്രൊസീജിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പേഷ്യൻ്റ് പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഫിയർ ഓഫ് സർജറി ആണ്. കാരണം ഇത് ഇയാളുടെ ഫസ്റ്റ് സർജറി ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് സർജറി എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൾ തരുമ്പോൾ അത് നിങ്ങൾ തിരിച്ച് മറുപടിയിലേക്ക് ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇങ്ങനെ ചെയ്യുന്നതിന് സ്കോറുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പോയിന്റാണ് പിക്കിംഗ് പേഷ്യൻ്റ് ക്യൂസ്. നിങ്ങൾ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നൊരു സാധനം വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും ഇത് നിങ്ങളുടെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ക്രൈറ്റീരിയനിൽ വരുന്ന രണ്ടാമത്തെ പോയിൻ്റാണ് പിക്കിംഗ് പേഷ്യൻ്റ് ക്യൂസ്. അതായത് മറ്റൊന്നുമല്ല, പേഷ്യൻ്റ് കാർഡിൽ തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അതായത് ടാസ്കിൽ തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ റോൾ പ്ലേയിൽ പറയുമ്പോൾ അത് പിക്ക് ചെയ്ത് അതനുസരിച്ച് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നൊരു പോയിൻ്റാണ് ഈ പർട്ടിക്കുലർ പിക്കിംഗ് പേഷ്യൻ്റ് ക്യൂസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എവർ സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ടാസ്കിലൊന്നും അതില്ല. ഓക്കെ, പക്ഷേ ഇതിവിടെ തന്നിട്ടുണ്ട്. റോൾ പ്ലേയിൽ പേഷ്യൻറ്റും പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അക്നോളജ് ചെയ്യുമ്പോൾ മിസ്റ്റർ ഡേവിഡ് ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് സിൻസ് ദിസ് ഈസ് യുവർ ഫസ്റ്റ് എവർ സർജറി യു ആർ റിയലി കൺഫ്യൂസ്ഡ് അബൌട്ട് ഇറ്റ് ആൻഡ് യു ഹാവ് മെനി ക്വസ്റ്റ്യൻസ് ബട്ട് പ്ലീസ് ഡോണ്ട് വറി എന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ഇറ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പേഷ്യൻ്റ് പറയുന്ന ചില കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സുകളൊക്കെ മറന്നു പോകാതെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, ഇനിയിപ്പോൾ നോക്കിക്കേ, റീഅഷ്യൂർ അബൌട്ട് ദി സർജിക്കൽ പ്രൊസീജിയർ. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, അതായത് റീഅഷ്യൂർ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഇന്നലെയും നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, റീഅഷ്യൂർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു അക്നോളജ്മെൻറ്റ് വേണം. അത് കഴിഞ്ഞ് റീഅഷ്യൂറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രേസ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഐ അഷ്യൂർ ഉപയോഗിക്കുക.
Okay, ഇവിടെ acknowledge ചെയ്യുമ്പോൾ I totally understand you are really concerned about the procedure because it's just your first time. അത് നമ്മുടെ acknowledgement ആയി അല്ലേ. ഇനി reassureന് പറ്റിയൊരു phrase. ഇവിടെ നമുക്കൊരു കാര്യം കൂടെ വേണം, however കൂടെ വേണം കേട്ടോ. However, if it gives you any peace of mind, I assure you that the surgical procedure, ഇതിനെ പറ്റിയാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. The surgical procedure is safe and an expert surgical team, ഇവിടെ നമുക്ക് എന്തുകൂടെ വേണം, will be, surgical team will be performing the surgery. Will be performing the surgery, and we will provide constant support before, during and after the surgery. We will provide constant support. We will provide constant support before, during and after your surgery. So please be relaxed. ഇതാണ് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ വരാം കേട്ടോ. മൊത്തം ടാസ്ക് ചെയ്യുകയാണെങ്കിൽ well, I totally understand that you have some concerns about your surgery because it's your first time. But if it gives you any peace of mind, I assure you that this is a very safe procedure and the expert surgical team will be performing the surgery. And we will provide support, constant support before, during and after the surgery. So please relax and be at ease. അല്ലെങ്കിൽ set your mind at ease എന്നൊക്കെ പറയാം കേട്ടോ. So that is how we can do it. ഇനി describe the purpose of pre-operative assessment. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. സോ നൗ വൺസ് ഇവിടെ നമ്മൾ ഒരു ഇൻട്രാക്ഷൻ കഴിയുമ്പോൾ, അതായത് ഈ ഒരു പോയിന്റിൽ ഡ്യൂറിങ് ദ സർജറി ഇവിടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്തു. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഫ്രേസ് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ദിസ്, ഹാവിങ് സെഡ് ദാറ്റ്. ഈ ഹാവിങ് സെഡ് ദാറ്റ് നമ്മൾ മലയാളത്തിലൊക്കെ സാധാരണ പറയാറുണ്ട്. ഓക്കെ, ആ പറഞ്ഞതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി ഇതിനെപ്പറ്റി പറയൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ ഒരു മീനിങ് ആണ് ഹാവിങ് സെഡ് ദാറ്റ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വേറൊരു കാര്യം പറയട്ടെ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആഫ്റ്റർ ദ സർജറി എന്നുള്ള സപ്പോർട്ടിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ട് ചോദിക്കണം. സോ പ്ലീസ് സെറ്റ് യുവർ മൈൻഡ് അറ്റ് ഈസ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും പേഷ്യൻ്റ് ഇസ് ലൈക്ക് യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകണം അല്ലേ. സോ യു ക്യാൻ സേ, സോ ഹാവിങ് സെഡ് ദാറ്റ് മിസ്റ്റർ ഡേവിഡ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദ പർപ്പസ് ഓഫ് pre-operative assessment. ഈ രീതിയിൽ ചെയ്യാം. ഈ ഡിസ്ക്രൈബിന് എന്താക്കി, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദ പർപ്പസ് ഓഫ് ദ pre-operative assessment. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തു കേട്ടോ. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഞാനായിട്ട് തന്നെ പറയാൻ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ചോദ്യം ചോദിക്കാം. ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ ആൾ വേണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, വൈ ഡു യു നീഡ് എ pre-operative assessment now because my procedure is scheduled in 4 weeks, so that's quite a lot of time, so why do you have to do this discussion right now എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അയാൾ ചോദിക്കാം, ചോദിക്കാതെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഈസിയാണ്. well let me tell you the reason why എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പോയിന്റിലേക്ക് പോവാം. ഇനി അങ്ങനെ അയാൾ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ, ഹാവിങ് സെഡ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട് ദി പർപ്പസ് ഓഫ് pre-operative assessment. Ensure. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു സെൻറ്റൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ദ പർപ്പസ് ഓഫ് pre-operative assessment പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം ഇറ്റ് ഈസ് ടു ensure your fitness for surgery and ഇതും ഒരു വെർബായതുകൊണ്ട് to identify potential risks, ഇതും വെർബാണ്, and to plan for safe procedure. Simple as that അല്ലേ. So it is to ensure fitness for surgery and to identify potential risk and to plan for safe procedure. എല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കുക ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാനത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. ആൻഡ് ഐ വിൽ ജസ്റ്റ് അണ്ടർലൈൻ ദ ടാസ്ക് ദാറ്റ് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. ആ ഒരു പോയിന്റ് നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ ആ 2 വെച്ച് കണക്ട് ചെയ്ത് ഞാൻ പറയുന്നതിനൊപ്പം നിങ്ങളും പറഞ്ഞു നോക്കൂ കേട്ടോ. Okay, so Mr. David, I would like to talk to you about the purpose of the pre-operative assessment. It is to ensure your fitness for surgery and to identify potential risks and to plan for safe procedure. ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. So Mr. David, I would like to talk to you about the purpose of pre-operative assessment.
It is to ensure fitness for surgery and to identify potential risks and to plan for safe procedure. ഇവിടെ ഈ ഒരു വാക്ക് ഇത് പലപ്പോഴും സ്റ്റുഡൻസ് മിസ്പ്രൊനൗൺസ് ചെയ്യുന്നൊരു വേർഡാണ്. ഈ റിസ്ക് വരെ വരും, ഈ ഒരു എക്സ്ട്രാ എസ് വരില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടത് റിസ്ക്. ഓക്കെ, അപ്പോൾ ആ റിസ്ക് കഴിഞ്ഞിട്ട് ഒരു കൂടെ ഉണ്ട്, അപ്പോൾ റിസ്ക്. അപ്പോൾ അത് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ തുടക്കത്തിൽ, പക്ഷേ റിസ്ക് എന്ന് പറഞ്ഞ് നിർത്തരുത്. പൊട്ടൻഷ്യൽ റിസ്ക്, അതായത് കുറേ റിസ്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടൻഷ്യലായിട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ റിസ്കുകളും എന്നുള്ള മീനിങ് ആണ് അല്ലേ. അപ്പോൾ റിസ്ക്, ടാസ്ക്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ടാസ്ക്, റിസ്ക് ഇങ്ങനെ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും, പക്ഷേ അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. റിസ്ക്. ഓക്കെ, അതൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് ആ ഒരു ടാസ്ക്. സോ ഐ ഹോപ്പ് യു ഗൈസ് ഓൾസോ സെഡ് ഇറ്റ് അലോങ് വിത്ത് മീ ആൻഡ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. Is that clear to you? Are you following me? Are we on the same page? Are you with me? എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് അവിടെ നമുക്ക് ഓൾറെഡി ഒരു ട്രാൻസിഷൻ ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ്. സോ ഡു യു ഹാവ് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അവർ കൺസേൺ ചോദിക്കും. യെസ്, എന്താണ് ഈ പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റിൽ നടക്കാൻ പോകുന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. സോ യു ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ. വെൽ, ഐ വിൽ എക്സ്പ്ലെയിൻ എവറിഥിങ് ഇൻ ഡീറ്റെയിൽ ടു യു. സിമ്പിളായിട്ട് അത്രയും പറയാം. ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെങ്ങനെ പറയാം? ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ ടു യു. ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നെങ്ങനെ പറയുന്നത്? ഐ വിൽ എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ ടു യു. ഓക്കെ, ഇനി ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഐ വിൽ എക്സ്പ്ലെയിൻ, I'll explain that. ഇത്രയേ ഉള്ളൂ. I'll explain that. Simple as that. ഞാനത് പറഞ്ഞുതരാമല്ലോ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ I'll explain that. എന്നിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. സോ you need to do some tests. Again, മറ്റാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിസ്ക്, ടാസ്ക്, ടെസ്റ്റ്സ് ആ ഒരു പോയിന്റ് ആണ് കേട്ടോ. You need to do some tests such as blood and urine test. You need to undergo an ECG, chest X-ray as needed. And after that, you need to consult with our anesthetist, surgeon, and review your medical history. So these are the things you need to do as part of the pre-operative assessment. ഇതാണ് അവിടെ നമ്മൾ പറയാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഈ ടാസ്കിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞ കാര്യമില്ലേ, അതായത് ഈ നീഡ് അല്ലെങ്കിൽ പേർപ്പസ് ഓഫ് അസസ്മെൻറ്റ്, ആ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്ത് പറയാം ഒന്നുകൂടെ കേട്ടോ. സോ യു നീഡ് ടു ഡു ദി കൺസൾട്ടേഷൻ. യു നീഡ് ടു കൺസൾട്ട് അനസ്തെറ്റിസ്റ്റ്, സർജൻ ആൻഡ് റിവ്യൂ യുവർ മെഡിക്കൽ ഹിസ്റ്ററി. ആൻഡ് ആസ് ഐ ടോൾഡ് യു, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷ്യൂർ യുവർ ഫിറ്റ്നസ് ഫോർ ദി സർജറി. ഇത്രയും പറയാം. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ കണക്ട് ചെയ്ത് പറയാൻ. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷ്യൂർ യുവർ ഫിറ്റ്നസ് ഫോർ സർജറി. എന്നിട്ട് ചോദിക്കാം, ഇവിടെ വരെ എത്തി. എന്നിട്ട് ചോദിക്കാം, സോ ഐ ഹോപ്പ് യു വിൽ ഡു ഓൾ ദീസ് തിങ്സ്, അല്ലെങ്കിൽ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഡു യു ഹാവ് എനി അതർ കൺസേൺസ്? ഇവിടെ ഞാൻ ആ അതറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഈ അതർ കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ലാസ്റ്റ് ടാസ്കിനോട് ഉപയോഗിക്കേണ്ട ശ്രദ്ധിക്കുക. വേറൊന്നും കൊണ്ടല്ല, തെറ്റായത് കൊണ്ടല്ല. പക്ഷേ ഫസ്റ്റ് ടാസ്കിലൊക്കെ തന്നെ ചെയ്തിട്ട് ഹൈ ഡു യു ഹാവ് എനി അതർ കൺസേൺസ് എന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു കൺസേണും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒരു കൺസേൺ പോലും പറയാതെ ഇനി വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഒരു ലോജിക് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങളൊരു ഹാബിറ്റ് ഉണ്ടാക്കുക. അതായത് സെക്കൻഡ് ലാസ്റ്റ് ടാസ്കിലേക്ക് വരുമ്പോൾ മാത്രം ഡു യു ഹാവ് എനി അതർ കൺസേൺസ് ഉപയോഗിച്ച് ശീലമാക്കുക. അപ്പോൾ അത് പിന്നെ മാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡു യു ഹാവ് എനി അതർ കൺസേൺസ് ചോദിക്കാം. അപ്പോൾ അവർ പറയണം, ഓക്കെ എന്താണ് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യുക? ഇത്രയും ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് തിങ് എന്നവർ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാം അല്ലേ. അപ്പോൾ എക്സ്പ്ലെയിൻ നെക്സ്റ്റ് സ്റ്റെപ്സ്. ട്രസ്റ്റ് മീ ഗൈസ്, ഈ എക്സ്പ്ലെയിൻ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു ടാസ്ക് നിങ്ങളുടെ എക്സാം കാർഡ്സിൽ വളരെ കോമൺ ആയിട്ട് കിടക്കുന്ന ഒരാളാണ്. എപ്പോഴും തന്നെ കാർഡ്സിൽ കണ്ടുവരുന്ന ഒരു ടാസ്ക്കാണ് എക്സ്പ്ലെയിൻ നെക്സ്റ്റ് സ്റ്റെപ്സ്. എക്സ്പ്ലെയിൻ നെക്സ്റ്റ് സ്റ്റെപ്സ് വരാം, ഔട്ട്ലൈൻ, ബ്രീഫ് നെക്സ്റ്റ് സ്റ്റെപ്സ് വരാം. ആ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ഈ ആൾ മാറില്ല. നെക്സ്റ്റ് സ്റ്റെപ്സ്. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റെപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമില്ല, ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നതാണ്. സോ ഐ ടെൽ യു വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. ഐ വിൽ ടെൽ യു what we are going to do next.
ഇത്രയും പറയാം. ഇനി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ആസ് ഓഫ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ് ഓഫ് തിങ്സ് ടു ഡു നെക്സ്റ്റ്. ഇങ്ങനെ പല രീതിയിൽ അത് പറയാം. നിങ്ങൾക്ക് ഇതിൽ കംഫർട്ടബിൾ ആയിട്ട്, അതായത് എവിടെ കണ്ടാലും എപ്പോഴും ഇത് പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ, ഇതൊരു കോമൺ ആയിട്ട് എക്സാം കാർഡിൽ കണ്ടുവരുന്നൊരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾ ഒരു സെൻറ്റൻസ് പഠിച്ചങ്ങ് വെച്ചേക്കുക. അപ്പോൾ ഇത് എവിടെ കണ്ടാലും നെക്സ്റ്റ് സ്റ്റെപ്സ് കണ്ടാൽ ഇതാ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ എത്ര കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ ഐ വുഡ് സജസ്റ്റ് ഗോ വിത്ത് ദിസ്. കാരണം കുറച്ചുകൂടെ അത് പഠിക്കാനും പറയാനും ഒക്കെ എളുപ്പമായിരിക്കും. ബാക്കി രണ്ടെണ്ണത്തിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഐ വിൽ ടെൽ യു വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. If any issues are identified, ആ ഒരു പോയിന്റ് അങ്ങനെ തന്നെ പറഞ്ഞു, വേറെ പ്രശ്നമില്ലല്ലോ. If any issues are identified, we need to consult a specialist. എന്താ ചെയ്യേണ്ടത്? ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണം. We need to consult. അവിടെ യു നീഡ് ടു എന്ന് പറഞ്ഞ അയാളിങ്ങനെ പിൻ പോയിന്റ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു കൺസൾട്ടനെ കാണേണ്ടി വരും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ വി നീഡ് ടു കൺസൾട്ട്, വി മേ നീഡ് ടു കാണേണ്ടി വരും. അപ്പോൾ വി മേ നീഡ് ടു കൺസൾട്ട് എ സ്പെഷ്യലിസ്റ്റ്, ഡു സം അഡീഷണൽ ടെസ്റ്റ്സ്. ഇവിടെ എന്താ പറയേണ്ടത്? ഡു സം അഡീഷണൽ ടെസ്റ്റ്സ് ആൻഡ് മേക്ക് സം മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വെർബുകൾ ഞാൻ ഒന്നുകൂടെ സ്പോട്ട് ഡൗൺ ചെയ്ത് പറയട്ടെ. അപ്പോൾ കുറച്ചുകൂടി ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷന് ഞാൻ എന്താ പറഞ്ഞത്? കൺസൾട്ട് എന്നുള്ള വെർബാണ്. അഡീഷണൽ ടെസ്റ്റിന് ഡു സം, അപ്പോൾ ഡു ആണ് ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ്. മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് മേക്ക് ആണ് കേട്ടോ. ഇതെങ്ങനെ ഞാൻ എടുത്തു എന്ന് ചോദിച്ചാൽ, സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷന് നമ്മൾ സാധാരണ പറയുന്ന വെർബുകൾ ഇതൊക്കെയാണ്. കൺസൾട്ട് പറയാറുണ്ട്, സീ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഹാവ് എ വേർഡ് പറയാറുണ്ട്, ഗെറ്റ് ആൻ എക്സ്പേർട്ട് അഡ്വൈസ് പറയാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ പറയുന്ന വെർബുകൾ. അപ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് കൺസൾട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൺസൾട്ട് എടുത്തു. അഡീഷണൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ആ ചെയ്യേണ്ടി വരുമാണ് എന്ത്? ഡു. ഓക്കെ, അപ്പോൾ ഡു എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി ആ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയും. സോ അപ്പോൾ അവിടെ ഡു. ഇനി മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ ചിലപ്പോൾ മെഡിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയാറുള്ളൂ അല്ലേ. അപ്പോൾ അവിടെയും ഡു പറയുന്നതിന് പകരം മേക്ക്, ഓക്കെ, വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ മേക്ക് ചേഞ്ചസ് എന്നൊക്കെയുള്ള രീതിയിലാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ മേക്ക് സം മെഡിക്കേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതാണ് നമ്മളപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഫുൾ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞു നോക്കിക്കേ, എൻ്റെ ഒപ്പം തന്നെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യട്ടോ. സോ ഇവിടെ തൊട്ട് ദിസ് ഇസ് ദ പോയിന്റ്. I'll tell you what we are going to do next. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. I'll tell you what we are going to do next. ഇവിടെ പോസ് കൊടുക്കുക കേട്ടോ. I will tell you what, ഇവിടെ ഒരു ചെറിയൊരു പോസ്, we are going to do next. Okay, so I'll tell you what we are going to do next. ഈ വാട്ടിൻ്റെ അവിടെ ഞാൻ ചെറുതായിട്ട് പോസ് ചെയ്ത് ഇവിടെ ഞാൻ സ്ട്രെസ് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ. എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിലല്ല. അപ്പം I'll tell you what we are going to do next. Okay, ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇവിടെ if any issues are identified, we need to consult a specialist, do some additional tests and make some medication adjustments. So I hope it's okay with you. അതെനിക്ക് ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. അപ്പോൾ പേഷ്യൻ്റ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എൻ്റെ ചോദിക്കും, സോ ഇസ് ദർ എനിത്തിങ് എൽസ് ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത്? വേറെ എന്തെങ്കിലും ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ, പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? പേഷ്യൻ്റ് സെഡ് നോ, നത്തിങ്, എവറിത്തിങ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് എന്താ? എസ്റ്റാബ്ലിഷ് പേഷ്യൻസ് കൺസെൻറ്റ് ടു പ്രൊസീഡ് വിത്ത് ദി അസസ്മെൻറ്റ് ആൻഡ് സർജറി. So, can I get your consent to proceed with the assessment and prepare you for the surgery? ഇവിടെ ഇപ്പോൾ സർജറിക്ക് ഇപ്പം കൺസെൻറ്റ് നമ്മളായിട്ട് വാങ്ങിക്കുന്നതല്ല, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വേണമെന്നുണ്ടെങ്കിൽ സോ can I get your consent to proceed with the assessment and for the surgery എന്ന് പറഞ്ഞാലും ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. ഓക്കെ, അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഓക്കെ ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി കഴിഞ്ഞിട്ട് പറയാം ഓക്കെ സോ ഐ ഹാവ് എ ഫോം ഹിയർ, യു മേ പ്ലീസ് സൈൻ ഓൺ ഇറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു ഫോർ യുവർ കൺസെൻറ്റ് എന്നുള്ള രീതിയിൽ പറയാം. സോ താങ്ക് യു ഫോർ യുവർ കൺസെൻറ്റ്, I'll make the necessary arrangements for the test to be done. Okay, I'll make the necessary arrangements for the test to be done എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം the doctor will be here to review you right now എന്നുള്ള രീതിയിൽ വേണമെങ്കിലും പറയാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യമല്ല നമ്മൾ ഈ ഒരു പ്രീ ഓപ്പറേറ്റീവ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ടെസ്റ്റുകൾക്ക് അറേഞ്ച് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോൾ വരും നിങ്ങൾ റിവ്യൂ ചെയ്യാനെന്നോ ഈ പോയിന്റുകളൊക്കെ അവിടെ ഓക്കെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ ഡു ദിസ് കാർഡ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലേൺഡ്
തിങ് ഓർ ടു, ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ പോയിന്റുകളും എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് പറയാം എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ചില കുട്ടികൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ടൊരു കാര്യം കാണുക ഇതിങ്ങനെ പറയാമല്ലോ എന്നും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ പറ്റാറുള്ളൂ. കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ വല്ലാണ്ട് ബുദ്ധിമുട്ട്, അതായത് ഒരു കാലം ഇതെങ്ങനെ പറയാം, ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ ഫിനിഷ് ചെയ്യാം, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വന്നിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സിംപ്ലിഫൈഡ് വേർഷനിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് സ്പോണ്ടേനിയസ്ലി സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻസിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദിസ്. ആ തന്നിരിക്കുന്ന ടാസ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെയുണ്ട്. അപ്പോൾ അതെങ്ങനെ റിഫൈൻ ചെയ്ത് പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലൊക്കെ കൂടെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ. സോ അപ്പോൾ യെസ്, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഗൈസ് വിത്ത് ഓൾ ദി സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആൻഡ് ഹൗ ടു മേക്ക് ആൻഡ് റിഫോം യുവർ എൻറ്റയർ presentation a better way on every Tuesdays and Wednesdays at 5:30 p.m. So make sure you do not miss out the live. So I'll be coming back next week, next Tuesday at the same time. Until then, take care. Good night.